ലൈഫിൽ എല്ലാം ഭയങ്കര ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചാണ്. ഞാൻ സിനിമയിലേക്ക് വരുന്നതും സ്റ്റാർ മാജിക്കിലേക്ക് വരുന്നതും തുടങ്ങിയ എല്ലാം ആക്സിഡൻ്റലാണ്. ഞാൻ പ്ലാൻ ചെയ്ത ഒന്നും എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മാരിറ്റ് ഹോട്ടലിലാണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ലോബിയിൽ വെച്ചിട്ട് 6 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആക്സിഡൻ്റൽ മീറ്റിംഗ് ആണ് ഇന്ന് ഈ ജനുവരി മാസത്തിൽ എൻ്റെ കല്യാണ നിശ്ചയത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ആ ഒരു കഥ നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാൻ പോവാണ് കേട്ടോ. കല്യാണ നിശ്ചയമാണ്. നിങ്ങൾ ഒരുപാട് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അവിടെയും എവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്തിട്ട് നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആ ആളെ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമായി. 6 വർഷമായി. 6 വർഷത്തിൽ എന്തിനും കൂടെ ഉണ്ടായ ഒരാളാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ കല്യാണ നിശ്ചയമാണ് ഈ മാസം. കല്യാണ നിശ്ചയം വരെ എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര പ്രൗഡുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയത്. ഈ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഇതേ ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. എത്തേണ്ടത് 10 മിനിറ്റ് മുന്നേ ആയിരുന്നു. എന്നും ലേറ്റായിട്ടേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുമില്ല. ഇവിടെ വരേണ്ടതാണ് ഇന്നും. അപ്പം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ലൈഫ് എന്നൊരു കാത്തിരിപ്പല്ല. അപ്പം ആ ഒരു കാത്തിരിപ്പിലാണ് വൈകാണ്ട് വരുമെന്ന് വിചാരിക്കുന്നു. ആ ആളുകൂടെ വന്നിട്ട് വേണം ആ കഥ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ശരിക്കും ഇരുന്നോളൂ. ഞാൻ ഒരു പഞ്ച് ഇൻട്രോ ഒക്കെ പ്രതീക്ഷിച്ച സമയത്താണ് ബാക്ക് വന്നത്. ഭയങ്കര സീരിയസ് ആയിരുന്നു ലൈഫിൽ. എനിക്ക് തോന്നുന്നു ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ സീരിയസ് ആയ ഒരു പോയിന്റ് ആണ്. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്ന് കാണുന്നവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട്, കാരണം ഞാൻ എന്റെ ലൈഫിനെ കുറിച്ച് ഭയങ്കര സീരിയസ് ആണ്. ദിസ് ഈസ് രാഹുൽ രാമചന്ദ്രൻ. രാമചന്ദ്രൻ അല്ലടോ, രാഹുൽ രാമചന്ദ്രൻ. രാഹുൽ രാമചന്ദ്രൻ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയിലൊക്കെ നന്ദു എന്ന് പറയാറുള്ള ആളെ ഞാനാണ്. ഇവനാണ്. അതെ, ഞാനാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നുകൂടെ മറന്നു. ഞാൻ നന്ദു 2018 ജീംബുമ എന്നുള്ള സിനിമ സമയത്ത്, പക്ഷെ 18 ഷൂട്ട് ചെയ്തത് 18ലാണ്. 19 ജീംബുമ. അതെ, 2019 റിലീസായ ജീംബുമ എന്നുള്ള പടത്തിന്റെ ഡയറക്ടറാണ്. നന്ദുവിന്റെ അടുത്ത പടം സുരേഷ് ഗോപി സാറിനെ വെച്ച് 251 ആണ്. അപ്പൊ ഞാൻ കരുതി എന്തായാലും ഇനി മറച്ചു വെക്കാനൊന്നുമില്ല, എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആരൊക്കെയോ ഇവിടെ കല്യാണം കഴിക്കുന്നുണ്ടെന്നാണ് ഞാൻ പലയിടത്തും കണ്ടു. സത്യം, എനിക്കൊന്നും ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഞങ്ങളുടെ ഫാമിലിക്കും ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. അതിൽ അടിയുണ്ട്, ബഹളമുണ്ട്, വഴക്കുണ്ട് അല്ലേ. ഞങ്ങളുടെ തുടക്കം തന്നെ ഒരു അടിയായിരുന്നു. സോ ആ കഥയാണ് പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ ആംഗിള് പറയാം, നന്ദുവിൻ്റെ ആംഗിള് പറയാം. 6 വർഷത്തിന് മുൻപ് ഒരു ഫെബ്രുവരി മാസം ഇതേ ഹോട്ടലിൽ ലോബിയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് പനിയായിരുന്നു കേട്ടോ. നന്ദു അന്ന് അസ്കറയ്ക്കും അപർണ ബാലമുരളി, അപർണയും നന്ദുവിൻ്റെ ഒരു ഫ്രണ്ട് സച്ചിനും നന്ദുവും കൂടെ എൻ്റർ ചെയ്ത് വരികയാണ്. സിനിമാറ്റിക് അങ്ങനെ ഞങ്ങള് അപ്പൊ ആ ടൈമിൽ ടു ബി ഹോണസ്റ്റ് ആൾക്കും അറിയാനുള്ള കാര്യമാണ്. ഞാനാണെങ്കിൽ മറ്റേ ഈ ഫോറസ്റ്റ് കോഴിയായിരുന്നു. ഞാൻ ആ ടൈമിൽ ഈ പറഞ്ഞ പ്രായത്തിന്റെ കുറച്ച് കോരിത്തെരിപ്പുകളൊക്കെ ആയതുകൊണ്ട് ഈ പറഞ്ഞ ഓടി നടന്ന് പ്രേമിക്കുന്ന, ഞാൻ ആ കോഴിയല്ല പ്രേമരോഗിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓടി നടന്ന് പ്രേമിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അതെ, അപ്പൊ അത് ഈ അസ്കറിനൊക്കെ വ്യക്തമായിട്ട് അറിയാം. കാരണം വഴി കൊടുക്കുമ്പോൾ ആരെങ്കിലും കണ്ടാൽ പോലും ഞാൻ പറയും എനിക്ക് ആ കുട്ടിയുടെ ഒരു പ്രേമം തോന്നുന്നു എന്ന് പറയുന്നൊരു, ഈ പറയുന്നതിൽ മടിയൊന്നും ഇല്ല കേട്ടോ, നല്ല കാര്യമാണോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഈ കോഴിത്തനം ഉള്ളത് കൊണ്ടും വഴി കാണുന്ന എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് കൊണ്ടും അങ്ങനെ ഞങ്ങൾ ലോബിയിൽ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല എന്താ പറയാ ഒരു മലയാള തനിമ നിറഞ്ഞ ഒരു പെൺകുട്ടി. അന്ന് ഇത്ര ഇല്ല, ഐ മീൻ ലൈക്ക് ഭയങ്കര സ്ലിം ആയിരുന്നു അല്ലെ, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു, കുട്ടി ഭയങ്കര ലോങ് ഹെയർ ആയിരുന്നു. അന്ന് പനിയായിരുന്നു. അപ്പൊ ഈ പനിയാകുമ്പോൾ പെണ്ണുങ്ങളെ കാണാൻ ഭയങ്കര പനിയാകുമ്പോഴല്ല, മൊത്തത്തിൽ ഈ വയ്യായ്മ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നടക്കണല്ല, ഞാൻ പറയാം, ഞാൻ നിന്നു പോയത് എന്റെ ലൈഫിൽ നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു കുട്ടി. അപ്പൊ തന്നെ ഞാൻ സ്പോട്ടിൽ അസ്കറിന്റെ അടുത്ത് പറയാണ്, ഞാൻ അണ്ണാന്നാ വിളിക്കുന്നത് അസ്കറിനെ. അപ്പം ഞാൻ അണ്ണാ നോക്കി നല്ലൊരു കൊച്ചിരിപ്പുണ്ട്. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. കാരണം വയ്യ എനിക്ക് തീരെ.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഉച്ച സമയമാണ്, നിങ്ങൾ ലഞ്ച് കഴിക്കാവുന്നതാണല്ലോ, ഉച്ച സമയമാണ്. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇവനിങ്ങനെ ഒരു എത്തി നോക്കും തിരിച്ചു പോകും, ഇങ്ങനെ ഒരു എത്തി നോക്കും തിരിച്ചു പോകും. 2 തവണ ഓക്കെ, 3ാമത്തെ തവണ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അങ്ങനെ ഞങ്ങള് തിരിച്ച് റൂമിലോട്ട് പോകുന്നു. ഞങ്ങളുടെ അസ്കറുണ്ട്, പിന്നെ ഞങ്ങളുടെ വേറൊരു ചേട്ടനുണ്ട് ലിമു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് റൂമിൽ പോകുന്നു. റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഈ കുട്ടിയെ എനിക്ക് നല്ല കണ്ടുപരിചയം, ഞാൻ അസ്കറിന്റെ പറയണം, അസ്കർക്ക് എനിക്ക് അവളെ നല്ല കണ്ടുപരിചയം തന്നു അവിടെ കണ്ടതന്നെ. അപ്പം പുള്ളിയുടെ യൂഷ്വൽ ലൈഫ് ആണ്, നിനക്ക് എന്നും ഇതല്ലേ പറയാനുള്ള, നീ ഏത് പെണ്ണെ കണ്ടാലും നീ മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. ഞാൻ നല്ല എനിക്ക് നല്ല പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ, എനിക്ക് പേര് പോലും അറിയത്തില്ല ആരാന്നുള്ളത്, മുഖം മാത്രം അറിയാം. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഇദ്ദേഹവും ഞാനും ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് നാള് മുന്നേ, എനിക്ക് തോന്നുന്നു എത്ര വർഷം മുന്നേ അവൻ എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നീ കാണാൻ. എന്നിട്ട് അവൻ നമ്മള് എന്താണ് ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് പുള്ളിയുടെ പടമൊക്കെ എനിക്ക് അറിയുന്നുണ്ട്, വർക്കിംഗ് ഇൻ പ്രോഗ്രസ് ഉള്ള പടമൊക്കെ എനിക്ക് അറിയുന്നുണ്ട്. ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ അതുവരെ അറിയില്ല അങ്ങോട്ട്. പക്ഷേ എനിക്ക് മുഖം അറിയില്ല. കാരണം പുള്ളിയുടെ പ്രൊഫൈൽ പിക്ചർ എന്താണെന്നറിയോ, ഇങ്ങനെ പൊങ്ങിക്കരയായിട്ട് നിൽക്കണം. അന്ന് 6 പാക്ക് ആയിരുന്നു, ഇങ്ങനെ നിൽക്കണത് ബാക്ക് എന്നുള്ള ഫോട്ടോ. അത് മാത്രമാണ് പുള്ളിയുടെ പ്രൊഫൈൽ പിക്ചർ. അപ്പം എനിക്ക് അറിയില്ല. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ്, എന്തായിരുന്നു, ഹായ്. റിപ്ലൈ ഇല്ല. അടുത്തത് എന്തായിരുന്നു, ഹലോ. റിപ്ലൈ ഇല്ല. അടുത്തത് മാറ്ററിലേക്ക് അന്ന് അവിടെ വെച്ച് കണ്ടത് ഇങ്ങനെയൊന്നല്ലായിരുന്നു, മലയാളത്തിലല്ലായിരുന്നു, മലയാളത്തിൽ ഇംഗ്ലീഷ്, പക്ഷേ അതിന്റെ അർത്ഥം ഇതായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അപ്പൊ പെട്ടെന്ന് ഈ ഇൻസിഡന്റ് എന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. തൊട്ട് തലേദിവസത്തെ ഇൻസിഡന്റ് ആണല്ലോ. അപ്പം ഈ ഇഷ്യൂ ലൈക്ക് ഈ ഒരു സാധനം എന്റെ മനസ്സിൽ നിൽക്കണോണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ ഓക്കെ പുള്ളിയാണെന്ന് പറഞ്ഞ് പ്രൊഫൈൽ പിക്ചർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മറ്റേതാണല്ലോ പ്രൊഫൈൽ പിക്ചർ. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി. സോ ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ഇന്നലെ അവിടെ വായി നോക്കി നിന്നത് ചോദിച്ചു ഞാൻ ആ സാധനം ഇട്ടിട്ട്. അപ്പോൾ നന്ദു എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ച്, ആരെ വായി നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷനായി. കാരണം ഇപ്പൊ ഞാൻ പറയണു എന്നെ വായി നോക്കിയെന്ന്, നീ ആരാ വായി നോക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡിമാൻഡും പോകൂലേ. അവൻ ഞാൻ തിരിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അവിടെ നിന്ന് ആരെയോ വായി നോക്കിയ പോലെ എനിക്ക് തോന്നിയെന്ന്. അവൻ നന്ദു പറഞ്ഞു, അതിനവിടെ തന്മാത്രയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവൻ ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ നന്ദു പറഞ്ഞു, എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ തന്നെയാണ് വായി നോക്കിയത്. അംഗീകരിച്ചു. അതെ. അപ്പൊ ഞാനങ്ങനെ അസ്കർക്ക് എടുത്ത് പറഞ്ഞു, കല്യാണം കഴിക്കത്തക്ക രീതിയിൽ ഞാൻ ഈ പുള്ളിക്കാരിനെ നോക്കട്ടെ, മതി കോഴി പരിപാടികളൊക്കെ നിർത്തി കോഴിക്കോടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ കാര്യം അത് ഞങ്ങളാണല്ലോ തീരുമാനിച്ചത്, ചെക്കിന്റെ വീട്ടുകാരുടെ വകയാണല്ലോ ആദ്യത്തെ പരിപാടി. അപ്പൊ അസ്കർക്ക് പറഞ്ഞു, എന്തുകൊണ്ട് നല്ലതാണ്, കാണാനൊക്കെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി, കണ്ടിട്ട് പാവാണെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനത് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെ ഫേസ്ബുക്കിൽ ഈ ചാറ്റ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ റേഞ്ച് ഇല്ല. അന്ന് എൻ്റെ BSNL സിം ആയിരുന്നു. എൻ്റെ വീട്ടിൽ സത്യം ഞാൻ അംഗീകരിക്കും, റേഞ്ച് ഇല്ല കേട്ടോ. അപ്പം ഇന്ന് മെസ്സേജ് അയച്ചാലും വല്ലപ്പോഴൊക്കെ നെറ്റ് ഓൺ ചെയ്യുള്ളൂ, മറ്റന്നാളൊക്കെ കാണുള്ളൂ. അപ്പൊ ഇവൻ എനിക്ക് മെസ്സേജ് റേഞ്ച് ഇല്ലായിരുന്നു. അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇടയ്ക്ക് ഇവൻ ഹായ്, പിന്നെ കൊറോണത്തിന് റിപ്ലൈ കൊടുത്തില്ല, ഹായ് ഹലോ ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഹായ് കൊടുത്തു. അങ്ങനെ അന്ന് ഏതോ പടം റിലീസാണ്. അപ്പം എനിക്ക് എന്താ ആവശ്യം, സിനിമയുടെ കഥ അറിയണം, സിനിമയെ കുറിച്ച് അറിയണം. അങ്ങനെയാണ് ഞങ്ങൾ ചാറ്റിങ് തുടങ്ങുന്നത്. ലാസ്റ്റ് ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് നന്ദു എൻ്റെ അടുത്ത് നമ്പർ ചോദിക്കുന്നു. പിന്നെ എടോ ഫേസ്ബുക്കിൽ ഭയങ്കര ഡിലേ അല്ലേ മെസ്സേജ് കിട്ടാൻ, ഒരു കാര്യം ചെയ്യൂ, വാട്സപ്പ് നമ്പർ തരൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മെസ്സേജ് കിട്ടാൻ ഭയങ്കര ഡിലേ ആണല്ലോ. സോ കുറച്ച് ദിവസം ഇങ്ങനെ എന്താണ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അല്ലാത്ത വിട്ടുള്ള ചാറ്റിന് ഒടുവില് നന്ദു എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഫേസ്ബുക്കിലെ മെസ്സേജ് ഒക്കെ ഡെലിവർ ആവാൻ ഭയങ്കര ഡിലേ അല്ലേ, അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ വാട്സപ്പ് നമ്പർ ഒന്ന് തരാമോ?
ഞാൻ തിരിച്ചു പറഞ്ഞു, ഈ വാട്സപ്പ് നമ്പർ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ വാട്സപ്പ് നമ്പറൊക്കെ തന്ന് പിന്നെ എൻ്റെ അടുത്ത് പ്രേമമാണ് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത്, ഇതെനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ് അങ്ങനെ, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് നമ്പർ വേണ്ട, നമുക്ക് ഫേസ്ബുക്ക് മതി. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, അല്ല ഞാൻ തരുന്നതിന് എന്താണ്, എൻ്റെ നമ്പർ കിട്ടാൻ വലിയ പാടൊന്നുമില്ല, കാരണം ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഇത്രയും മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എൻ്റെ നമ്പർ തരാം, കുഴപ്പമൊന്നുമില്ല, ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉള്ളിടത്തോളം നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയുമെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടു കൂടി ആ നമ്പർ മേടിക്കുന്നു, നമ്പർ പുള്ളിക്കാരി അയക്കുന്നു, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ നമ്പർ മേടിക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് ഓരോ പടത്തിന്റെ ഡീറ്റെയിൽസ്, പടത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ ചാറ്റ് മെല്ലെ കോൾസ് ആവാൻ തുടങ്ങി, കാരണം എനിക്ക് ഈ റേഞ്ചിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പം ചിലപ്പോൾ പകലൊക്കെയാണ് പുള്ളി നന്ദു പടം കണ്ട് കഴിഞ്ഞ ഉടനെ നന്ദു എന്നെ വിളിക്കും പടത്തിന്റെ ഒരു ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് കേൾക്കേണ്ടത് ആരാണ് നായിക, എന്തായിരുന്നു, മറ്റേ ആ സീനൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. നന്ദു കഥ പറയാൻ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രസന്റേഷൻ ഭയങ്കര രസമാണ്. പിന്നെ നല്ല സൗണ്ടും ആയിരുന്നു. ഞാൻ വീഴാനുള്ള മെയിൻ റീസൺ സൗണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യാൻ തുടങ്ങി ഈ സൗണ്ട് വെച്ചിട്ടോ. അപ്പം എനിക്ക് മുഖം അപ്പോഴും അത്ര ക്ലിയർ അല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇങ്ങനെ കണ്ടല്ലേ ഉള്ളൂ. സോ കോൾസ് തുടങ്ങുന്ന സമയത്ത് ഈ കണ്ട സിനിമയുടെ കഥ ഇവന്റെ വോയിസിൽ ഇവൻ എനിക്ക് പറഞ്ഞുതരും. അങ്ങനെ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ റേഞ്ച് ഇല്ല, ഞാൻ എവിടെ പോകുന്നത്, എൻ്റെ വീടിൻ്റെ താഴെ ഒരു തോട്ടമുണ്ട്, അപ്പൊ തോട്ടത്തിൽ കൂടെയാണ് ഞാൻ ഫോൺ വിളിച്ച് പോവുക. അവിടെയാണെങ്കിൽ ഇല്ലാത്ത ജീവികളില്ല, കാട്ടുമാക്കാൻ മുതൽ എന്താ എന്റെ പേര് ചീങ്ങണ്ണി, എന്താ മറ്റേ താഴെക്കൂടെ ഓടുന്നത്, ഇത് ഉടുമ്പ്. ഉടുമ്പ് പറയണ്ട. അപ്പൊ ഈ പുള്ളിക്കാരി ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കും ഉടുമ്പ്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ പട്ടിയെ പൂച്ച, ഞാൻ ഇപ്പൊ എന്താ സാധനം, ഇത് ഉടുമ്പ്, ഒരു ഉടുമ്പ് വഴി പോയതാണ്. പെരുമ്പാമ്പ്, വിട്ടില്, തവള. അപ്പൊ പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടി ഫോട്ടോ ഒക്കെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. ഫൈനലി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ഏകദേശം ഒരു സമയത്ത് നമ്മളിങ്ങനെ സമയമായ സമയത്ത് ഒരു 10 മണിക്ക് ഞാൻ കിടന്ന് ഉറങ്ങും കേട്ടോ, അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി വീട്ടിലുള്ള സമയത്ത്. അങ്ങനെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്കാണ് നന്ദു എൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് കുട്ടീനെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, പുള്ളിക്കാരുടെ ഇങ്ങനെയാ ചോദിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു ശ്രീവിദ്യ, അന്ന് ചിന്നു നല്ലല്ലോ വിളിക്കുന്നത് അല്ലേ, ശ്രീവിദ്യ, അതന്നെ, അതിനുശേഷം ശ്രീവിദ്യ ഒന്ന് വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ശ്രീവിദ്യ, ഈ പറഞ്ഞ പോലെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് തന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, തനിക്ക് ഓക്കെ ആണെങ്കിൽ, തൻ്റെ വീട്ടുകാർക്കും എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയായിട്ട് ഞാൻ തൻ്റെ വീട്ടിൽ വന്നിട്ട് തന്നെ പ്രപ്പോസ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്, വളരെ മാന്യമായിട്ട്. അതായത് ലാലേട്ടൻ നമ്മുടെ പടത്തിൽ പറയുമ്പോൾ ഈ മോതിരം എൻ്റെ അമ്മ നിനക്ക് തരാൻ വേണ്ടി, കല്യാണം കഴിഞ്ഞ ഉടനെ ഈ മോതിരം ഞാൻ നിനക്ക് തിരിച്ചണിയിക്കുന്നില്ല, അതേപോലെ ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ടാണ് അല്ലേ. ഞാനപ്പോൾ നമ്മുടെ പറമ്പിൽ കണ്ട് ഉടുമ്പിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സാക്ട് നന്ദു ഇത് പറഞ്ഞു തീരുന്നത് ഞാൻ ഇങ്ങനെ മൂളിയുള്ളൂ കേട്ടോ, കാരണം ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്നൊരു ഇത് കിട്ടിയില്ല. അപ്പം നന്ദു അവിടെ നിർത്തിയിട്ട് നന്ദു എടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്നിട്ട് ഉടുമ്പൻ എന്ത് പറ്റിയെന്ന്. അത് ഞാൻ ഉടുമ്പ് എന്നിട്ട് പോയി, ഓക്കെ ശരി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. കാരണം ഇങ്ങനെ വളരെ എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് കല്യാണ രീതിയിൽ ഞാൻ ഇതൊരു പ്രപ്പോസ് ചെയ്തിട്ടില്ല. അവിടെ ഒന്നേ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് തലയിലായി. പക്ഷെ ഞാൻ വീണത് അവിടെ ഇല്ലായിരുന്നു. ഒരു ദിവസം ഒരു 12 മണി എന്തോ ആണ്. അപ്പം ഇതേപോലെ നന്ദു ഏതോ പടം കണ്ടിറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കെ ഇവൻ്റെ പഴയ ഒരു കുട്ടിയുടെ കഥ പറഞ്ഞ് അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, അതിൽ ഞാൻ ഇല്ലാണ്ടായി, ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി എന്നും പറഞ്ഞ് എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഫോൺ വെക്കട്ടെ, ഐ ആം ഗെറ്റിംഗ് ഇമോഷണൽ എന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എനിക്ക് സമാധാനിപ്പിക്കാൻ അറിയില്ല ഒന്നാമത്. ഞാൻ എന്നിട്ട് തിരിച്ചു വിളിച്ചു, കരയണ ഒരാളുടെ അടുത്ത് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ അത് കുഴപ്പമില്ല, ചോക്കി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, നമ്മളെ വിട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ക്ലാസ് എടുത്തു കൊടുത്തു. അതിന്റെ 18ാമത്തെ അടവായിരുന്നു നീ മണ്ടിക്ക് മനസ്സിലായില്ല. ഞാനാണെങ്കിൽ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് നമ്മുടെ തുള്ളാത്ത മനവും തുള്ളൂ എന്ന് പറഞ്ഞ പടത്തിൽ, ഈ പുള്ളിക്കാരി തമിഴ് പടങ്ങളൊന്നും കാണാറില്ല, അതിന്റെ കഥ ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഈ പുള്ളിക്കാരിയുടെ പറയുന്നു. ഈ മന്ദബുദ്ധി അത് വിശ്വസിക്കുന്നു. ഞാൻ ചുമ്മാ ഒരു 2 സാധനമൊക്കെ ഇടുന്നു. ഫോൺ ഫൈനലത്തെ ഡയലോഗാണ് ഭയങ്കര ഇതായിരുന്നു, ഫോൺ വെക്കട്ടെ, ഐ ആം ഗെറ്റിംഗ് ഇമോഷണൽ. ഫോൺ വെച്ചിട്ട് ഞാൻ മറ്റേത് മണ്ടി, ഇതായിരുന്നു എൻ്റെ അപ്പർ സൈഡിലെ റിയാക്ഷൻ. അങ്ങനെ അതിലെ പുള്ളിക്കാരി ആരുമില്ലാത്തവന് തുണയാകാൻ ഞാനെന്നത്
ഇല്ല അന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനുശേഷം പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് ഇവിടെ ഹോട്ടലിൽ വെച്ച് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ കാണാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഈ തലേ ദിവസത്തെ ഈ കോളേജ് പ്രൊമോഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രിത്തെ ചെറിയ മദ്യപാന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഹാങ് ഓവറിൽ ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വരെ ഈ തലവേദനയൊക്കെ ആയിട്ട് അപ്പോഴാണ് ഈ പുള്ളിക്കാരി പറയുന്നത് നമുക്ക് രാത്രി കാണാം. അപ്പൊ എനിക്ക് ഈ ഹാങ് ഓവർ അല്ലെങ്കിൽ ഈ തലവേദന ഉള്ളപ്പം ഒരു മീറ്റിങ്ങിന് പോകുക അല്ലെങ്കിൽ ആദ്യമായിട്ട് നല്ലൊരു കാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബട്ട് സ്റ്റിൽ ആദ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നമുക്ക് കാണാം എന്നുള്ള കാര്യം പറയുന്നു. ഞാനൊന്ന് വൈറ്റിലാണ് നിൽക്കണേ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ സഹോദരൻ അയ്യപ്പൻ റോഡ് അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഞാൻ ആ ടൈമിൽ കൊച്ചിയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. കൊച്ചിയിലെ വഴികളോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ആകെപ്പാടെ ഞങ്ങളുടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ താമസിക്കുന്ന ആ ഹോട്ടലുണ്ട്, അതറിയാം. പിന്നെ എങ്ങോട്ട് പോകണമെങ്കിലും മാപ്പാണ്, ഗൂഗിൾ മാപ്പാണ്. സോ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ട് ആദ്യമായിട്ട് ഞാൻ നന്ദുവിനെ കാണുന്നത് എനിക്ക് ഒറ്റയ്ക്ക് രാത്രിയാണല്ലോ, എനിക്ക് പേടിയാണ്. അപ്പോൾ ഒരു 8 മണി എന്തോ ആയിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്, ഒരു റാന്തൽ വിളക്കിൻ്റെ താഴെ നന്ദുവിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ മതിലാണ്, അവിടെ ഞാൻ നിൽക്കുന്ന വീടാണ്. ഈ മതിലിന്റെ അപ്പുറത്ത് എൻ്റെ ഒരു 5 ഫ്രണ്ട്സിന്റെ തലയുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ്. അതെ, എനിക്ക് അതിൽ നീ അത് ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ, എന്ന് വെച്ചിട്ട് എനിക്ക് പേടിയാണ്. അപ്പം ഇവൻ കാണാൻ പാടില്ലല്ലോ. അങ്ങനെ 5 തലയും ഞാനും ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഒരു റാന്തലിന്റെ വിളക്കിന്റെ താഴെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കാണാം ഒരു കറുത്ത കാർ ഇങ്ങനെ വരികയാണ്. വന്ന് ജസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. കുട്ടികളെയൊക്കെ നോക്കി നീ കണ്ടായിരുന്നോ? ഫൈൻ, ഓക്കെ. എന്നിട്ട് ഞാൻ വണ്ടി കയറി. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കേട്ടോ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കഥയല്ലേ. ഇനിയാണ് എന്റെ ജീവിതത്തിലെ എനിക്ക് മറക്കാൻ പറ്റാത്ത 2-3 ദിവസങ്ങളെ പറ്റി. താളവട്ടത്തിലെ ലാലേട്ടന്റെയും ബാക്കിയുള്ളവരുടെ അവസ്ഥയാവാൻ പോകുന്നത് ലൊക്കേഷൻ ചേഞ്ച്. അങ്ങനെ ഈ സഹോദരൻ അയ്യപ്പൻ റോഡിലോട്ട് ഞാൻ വണ്ടി കൊണ്ട് നിർത്തുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇദ്ദേഹം വളരെ സ്ലോ മോഷനിൽ വന്ന് വണ്ടിക്കകത്ത് കയറുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹാങ് ഓവർ നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം വന്ന് വണ്ടി കയറുന്നു. ഞങ്ങളൊരു 2 മിനിറ്റ് സംസാരിക്കുന്നു. അപ്പോൾ ഫോണിൽ സംസാരിച്ച ആളെ അല്ല നേരിട്ട് കാണുന്നു. കറക്റ്റ് നമ്മുടെ കിലുക്കത്തിലെ രേവതി ചേച്ചി. 13 Pro തന്നെ വേണം. അത് 13 പോരെ? 13 Pro തന്നെ വേണം. Pro തന്നെ വേണം. 30 വേണം. നിങ്ങളൊക്കെ പുള്ളിക്കാരിനെ സ്റ്റാർ മാജിക്കിലും ഇതിലൊക്കെ ഇപ്പൊ കാണുന്നില്ല. ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ ഞാൻ കണ്ട് തെളിഞ്ഞ് ബോധിച്ചൊരു താരമാണ്. കറക്റ്റ് കിലുക്കത്തിലൊരു ഒരു രേവതി ചേച്ചിയുടെയൊക്കെ ഒരു ക്യാരക്ടറുള്ള ഒരു ചെറിയ നെട്ടൊക്കെ ലൂസുള്ള പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ബന്ധം പോലും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാനാണോ അടിച്ചിട്ടുള്ളത്, ഇനി പുള്ളിക്കാരിയാണോ അടിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കയറുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുന്നു. പുള്ളിക്കാരി പറയുന്നത് നമുക്ക് ക്യൂൻസ് വാക്ക് വേയിൽ പോവാം. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൂടാ എറണാകുളത്ത്. അപ്പോൾ ഞാൻ കരുതുന്ന പുള്ളിക്കാരി വർഷങ്ങളായിട്ട് ഉണ്ടല്ലോ, പുള്ളിക്കാരിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാമെന്നാണ്. ഞാൻ പറയുന്നത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇടാം. പറയുന്നത് ഗൂഗിൾ മാപ്പ് കൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പുള്ളിക്കാരി ഇടത്തോട്ട് വലത്തോട്ട് നേരെ ഇടത്തോട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകൊണ്ടിരിക്കുന്ന അതിനിടയിൽ കൂടെ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഒരു 10-15-20 മിനിറ്റായി ഒരിടത്തും എത്തുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ കണ്ട അതേ പള്ളി വീണ്ടും, അതായത് ഞാനിങ്ങനെ കറങ്ങി വരുന്നു, വീണ്ടും അതേ പള്ളി, അതായത് നമ്മുടെ എടപ്പള്ളിയിലെ ആ പള്ളിയില്ലേ, വലിയ പള്ളി. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും വരുന്നു, പള്ളി കാണുന്നു. അങ്ങനെ രണ്ടാമത് വരുന്നു, വീണ്ടും പള്ളി കാണുന്നു. അപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ഇദ്ദേഹത്തിന് വഴി പോയിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ ഒരു മണ്ണം കെട്ടേ അറിയത്തില്ല. പുള്ളിക്കാരി എന്നെ കുറേ നേരമായിട്ട് അവിടെ ഇട്ട് കറക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. എനിക്ക് ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു ഗൂഗിൾ മാപ്പൊന്നും വേണ്ട, ഞാൻ വഴി പറഞ്ഞു എന്നുള്ളത്. സത്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി പോലും എനിക്ക് അറിഞ്ഞുകൂടാ ആ സമയത്ത്. ഇപ്പം പിന്നെയും കൊച്ചി അറിയാം, അന്നൊന്നും അറിഞ്ഞുകൂടാ. ആ റോഡിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വരെ എനിക്കറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആകെ അറിയുന്ന എടപ്പള്ളി പള്ളിയുണ്ട്, അതിൻ്റെ ഒരു വഴിയുടെ കയറി വീണ്ടും ഇത് തന്നെയാണ് എത്തുന്നത്. പുള്ളി ആദ്യത്തെ 2 തവണ ശ്രദ്ധിച്ചില്ല. 3-4 തവണ ആയപ്പോഴാണ് നന്ദു അത് ശ്രദ്ധിച്ചു തുടങ്ങി. ഓക്കെ, ഇതേ സ്ഥലമാണല്ലോ ഇത് എന്ന്. അവസാനം എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് വഴിയൊക്കെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇത്രയും ക്ഷമയില്ലാത്ത ഒരാൾ, അതും ആദ്യമായിട്ട് ഓക്കെ പ്രപ്പോസ് ചെയ്തു, ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി വണ്ടി കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലം ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു, ഇതല്ലല്ലോ. നമ്മൾ സംസാരിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടമുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞാൻ ഇയാൾ എന്താണ് ഇത് എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓക്കെ എനിക്ക് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞു. ഞാനതൊരു എസ്വർണോ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ തിരിച്ച് ഞാൻ പറഞ്ഞു എന്നെ തിരിച്ചു വിടുമെന്നും പറഞ്ഞ് തിരിച്ചു വന്ന് അതേ റാന്തൽ വിളക്കിന് താഴെ എത്തി. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു വിടുന്നു. പുള്ളിക്കാരി ഗിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗിഫ്റ്റ് മറ്റേ സീറ്റിന്റെ അടിയിൽ വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അവിടെ കാലുണ്ടൊക്കെ തട്ടി അകത്താക്കി.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നു നേരെ പിന്നെ തിരിച്ച് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെയാണ് പുള്ളിക്കാരിനെ എടുത്ത സ്ഥലത്ത് സഹോദരൻ അയ്യപ്പൻ റോഡ് വഴിയിലൊന്നും നിർത്താൻ പോലും പോയില്ല. ഞാൻ മറ്റേ ഒരു 60-80 സ്പീഡിൽ നേരെ സഹോദരൻ അയ്യപ്പൻ റോഡിന് അവിടെ കൊണ്ടുവരുന്നു, വണ്ടി കൊണ്ട് ഒതുക്കുന്നു. അപ്പൊ അസ്കർ വീണ്ടും വിളിക്കുകയാണ്, എന്തായി എന്ന് ചോദിക്കാനായിട്ട്. ഇവന്റെ വണ്ടി ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. അപ്പൊ ഇവൻ എടുത്തിട്ട് അപ്പൊ എനിക്ക് കേൾക്കാം അസ്കർ കേട്ടാ എന്തായി എന്ന് ചോദിക്കണത്. അപ്പൊ നന്ദു ഒന്നും ആയില്ല വിളിക്കാം ഫോൺ വയ്ക്കുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലും ആക്കിയാൽ മതി, അതാണ് എന്റെ മനസ്സിലെ ഏക ചിന്ത. അങ്ങനെ ഞാൻ ചെല്ലുന്നു, സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഡോർ തുറക്കുന്നു. ഇറങ്ങാൻ നേരത്ത് പുള്ളിക്കാരി എൻ്റെ അടുത്ത് വളരെ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, സോറി ഇത് വർക്കൗട്ട് ആവാൻ തോന്നുന്നില്ല, എനിക്ക് തന്നെ ഇഷ്ടമായില്ല. എന്റെ മനസ്സിൽ ലഡ്ഡു കൂട്ടി ഭഗവാനെ തലേന്ന് ഒഴിഞ്ഞു പോയി. ഞാൻ എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ശരി എന്ന് പറയുന്നത് പുള്ളിക്കാരി ഇറങ്ങുന്നു. പുള്ളിക്കാരി അങ്ങനെ വന്ന് പോലോ എന്ന് കരുതിയിരിക്കുമ്പോൾ ആ ഇരുട്ടുള്ള റോഡിൽ കൂടെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു 90-100-110 സ്പീഡിൽ പുള്ളിക്കാരി ഓടുകയാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പുള്ളിക്കാരിക്ക് പ്രാന്താ. ഞാൻ നോക്കി പുള്ളിക്കാരി ഈ റോഡിൽ കൂടെ ഓടി ഒരു മതിലൊക്കെ എടുത്ത് ചാടി അങ്ങോട്ട് പോകുന്നു. മറ്റേ സലീമേട്ടർ മീശമാധവനിൽ വീഴുമ്പോൾ മതിലെടുത്തിട്ട് അറ്റ വെച്ച. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇതിനെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള കുട്ടിയാണ്. സംഭവം എനിക്ക് പേടിയാണ്, എനിക്ക് ഇരുട്ട് പേടിയാണ്. ഇവിടെ ആരും വരുന്നില്ല, മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഇറങ്ങിയിട്ട് വണ്ടി എടുത്തോണ്ട് പോകുന്നതായിരുന്നു. ഇല്ലായിരുന്നു ആ കാഴ്ച കൂടെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, വണ്ടി പുള്ളിക്കാരി പോകുമ്പോൾ ഞാനിങ്ങനെ മറ്റേ എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ച് നേരെ റൂമിലോട്ട് പോകുന്നു. ചെന്ന് കയറുന്നു. അസ്കർ ചോദിക്കുന്നു എന്തായി. ഞാൻ പറഞ്ഞു എന്റെ പൊന്നമ്മ ഇനി ജീവിതത്തിൽ ആ പെണ്ണിനെ ഞാൻ കാണത്തില്ല, മെസ്സേജ് ചെയ്യത്തില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. ഞങ്ങൾ അടുത്ത കുപ്പി അടിക്കുന്നു. നമ്മൾ വളരെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അന്നത്തോടുകൂടി ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കാണ്, ഡബിങ്ങും കാര്യങ്ങളൊക്കെ. നന്ദുവിന്റെ പടത്തിന്റെ ചലച്ചിത്രം സ്റ്റുഡിയോയിലാണ് നടക്കുന്നത്. അപ്പൊ സ്റ്റുഡിയോയിൽ വെച്ച് വീണ്ടും ഞങ്ങൾ കാണണം. അപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. മലയാള തനിമയുള്ള പെൺകുട്ടി ഞങ്ങൾ നോക്കത്തില്ലായിരുന്നു. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ പോയപ്പം എൻ്റെ കൈ വൈറ്റില ജംഗ്ഷനിൽ ഒരു ഓട്ടോയ്ക്ക് വണ്ടി തട്ടി എൻ്റെ കൈ ഒടിഞ്ഞു, എൻ്റെ വലത് കൈ ഒടിഞ്ഞു. അത് പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ട് തന്നെ വിളിച്ച് പറയുന്നത്. അപ്പം എന്താണെങ്കിലും നമുക്ക് അറിയുന്നുള്ള ഒരാൾക്ക് വയ്യാണ്ടാവും. പിന്നെ പുള്ളിക്കാരി കാക്കനാട് ഭാഗത്താണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞാൻ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് ഈ പാവമായ കൈയൊന്നുമില്ല, കൈ ഇട്ടിട്ട് അല്ലേ വെൽകെയർ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുന്നു. അവിടെ നിന്ന് പിന്നെ പുള്ളിക്കാരുടെ ഫ്ലാറ്റിലെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ഒരിക്കൽ ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കാണാൻ പോകുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് മറ്റേ ഫുഡ് വാരി തന്ന വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. അന്ന് എനിക്ക് ഭക്ഷണം സ്നേഹത്തിന്റെ പുറത്തല്ല, സഹതാപത്തിന്റെ പുറത്ത് ഞാൻ ഭക്ഷണം വാരി കൊടുത്ത വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടെ എന്താ പറയാ, വീണ്ടും ബാക്ക് ടു സംസാരിക്കും എന്നുള്ള രീതിയിലായി. പുള്ളിക്കാരി കൈ ഒടിഞ്ഞതിന്റെ ആണോ എന്ന് അറിയത്തില്ല, തലയുടെ ലൂസ് കുറച്ച് ടൈറ്റായെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചുകൂടെ വീണ്ടും സംസാരിക്കാനൊക്കെ തുടങ്ങുന്നു. ഞങ്ങൾ തിരിച്ച് വീണ്ടും ആ പഴയ ട്രാക്കിലോട്ട് വരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ പെണ്ണ് കാണലിൻ്റെ ഒക്കെ. നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത കുറച്ച് എക്സ്ക്ലൂസീവ് വീഡിയോസ് എൻ്റെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം. എനിക്ക് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യത്തെ പെണ്ണ് കാണലാണല്ലോ, അതുകൊണ്ട് ആദ്യത്തെ അവസാനത്തെയും കഴിഞ്ഞില്ലേ. ചേട്ടൻ പറയൂ ചേട്ടാ. അങ്ങനെ ഭഗവതി പറഞ്ഞാലും ഇല്ല ചേട്ടൻ പറയൂ. അങ്ങനെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് നടത്താൻ പോവാണ്. അങ്ങനെ തലയിൽ അരിയാണ്, ഒഫീഷ്യലി ഈ മാസം തലയിലാവുകയാണ് എന്റെ അവളുടെ. അതെ, എങ്ങനെയാണോ പറയാം. എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിനും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സിനിമയുടെ പുറകെയാണ്. എന്നെ അറിയുന്നുള്ളവർക്ക് അറിയാം. അപ്പം അതിൻ്റെയൊക്കെ പുറകെയായിരുന്നു. അപ്പം ഈ വർഷം ഇവള് വന്നതിന് ശേഷം എല്ലാം ഐശ്വര്യമാണെന്ന് വിശ്വസിക്കുന്നു. ആരും എൻഗേജ്മെന്റ് വരരുത്. എൻഗേജ്മെന്റ് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ, അവൻ്റെ വീട്ടുകാർ, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് സർക്കിളും. ക്ലോസ് ഫ്രണ്ട്സിൽ എല്ലാവരും ഇല്ല. ഞാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ആരെയും വിളിച്ചിട്ടില്ല. ഭയങ്കര ഒരു പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. പക്ഷെ ഞങ്ങളുടെ കല്യാണം എന്തായാലും ഭയങ്കര ലൗഡായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ താങ്ക് യു.